നാവിൻ്റെ നിയന്ത്രണം പ്രിയപ്പെട്ട നമുക്ക് വേണം. നാവിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നോമ്പ് കഴിഞ്ഞാൽ നോമ്പിന് വേണ്ടാത്ത ആരും പറയൂല അല്ലേ? നോമ്പിന് അങ്ങനെ പറയൂല, കാരണം കൺട്രോൾഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ആ നോമ്പിന് പറയാത്തതിൻ്റെ പേരിൽ ആത്മവിശ്വാസം ഉള്ള ആളാവരുത്. കാരണം നോമ്പ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വരും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നോമ്പായിപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ നോമ്പ് കഴിഞ്ഞാൽ വേറൊരു ഞാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പറയും. അപ്പോൾ ആരെങ്കിലും തിരുത്തി തന്നാൽ നമ്മൾ തന്നെ പറയും ചിലപ്പോൾ നോമ്പൊന്നുമില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് നാവിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നോമ്പ് ഇതൊക്കെ ഈ ചെയ്യണ കാര്യമൊക്കെ നോമ്പിനല്ല കേട്ടോ. അത് പറയാൻ ആദ്യം പറയേണ്ട സാധനം ഇതൊന്നും നോമ്പിനല്ല. നോമ്പ് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോമ്പിന് ശീലമാണ്. ഇപ്പം വണ്ടി നമ്മൾ സർവീസ് ചെയ്യുന്നത് സർവീസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നല്ലപോലെ ഓടണം. അല്ലാതെ സർവീസ് ചെയ്യുന്ന ആ 2 ആഴ്ച മാത്രം ഓടിയാൽ പോരാ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വണ്ടി ഓടണം. ഇതേപോലെ റമദാനിൽ നല്ലപോലെ പോയാൽ പോരാ. റമദാൻ കഴിഞ്ഞാൽ ബാക്കി അടുത്ത റമദാൻ വരെ എന്തായാലും എത്തണം. എന്നിട്ട് ഒട്ടു മുമ്പെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അതെല്ലൊന്നും പറ്റിക്കോണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടാവും. പക്ഷേ വീഴ്ചയോട് വീഴ്ച ചെയ്യാൻ പാടില്ല, വീണ എണീക്കാൻ പറ്റണം നമുക്ക്. അതിലാണ് നാവിൻ്റെ നിയന്ത്രണം. അതൊക്കെ വലിയ വിഷയമാണ് അല്ലേ? വഖൂലു ഖൗലൻ സദീദ, ഖൗലൻ കരീമ, ഖൗലൻ ലയ്യിൻ, അങ്ങനത്തെ കുറേ പദപ്രയോഗങ്ങൾ ഖുർആൻ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. നല്ല എന്താ പറയുക, വിനയത്തോടു കൂടി, മിതത്വത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി, അങ്ങനത്തെ കുറേ സംസാര ശൈലികളുണ്ട്. അതിൽ സംസാരം എന്ന് പറയുന്ന ഒന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ 2 അവയവത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പ് തരാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? സ്വർഗം തരാം എന്നുള്ളതാണ് റസൂൽ പഠിപ്പിച്ചു. ഒന്ന് ഗുഹ്യ അവയവത്തെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തത് നാവിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ സാധനമായിട്ടല്ലേ പറഞ്ഞല്ലേ? 2 കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ സ്വർഗം തരാമെന്ന് പറഞ്ഞത്. പക്ഷെ സ്വർഗം എന്താണ്? കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെ. അപ്പം നാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കാലങ്ങളായിട്ട് നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള ഒരാൾ, സാധാരണ പെണ്ണുങ്ങൾക്കാണ് മനസ്സിലാവും, തറാവീഹ് നിസ്കരിക്കാൻ നേരത്ത് ആ താത്ത അങ്ങനെ വരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പള്ളിയിലേക്ക് പോയത് നിസ്കാരത്തിന് മുമ്പ് ഒരു 4 പേജ് ഓതാനൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. ഈ ആളെ കണ്ടു, എന്താ സംഭവിക്കുക? സംസാരിച്ച് അങ്ങനെ സമയം പോകും. അത് നമ്മളും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് പോവാണ്, ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ വേറെ എന്തോ ഒരു പണിയിലായിരിക്കും, പക്ഷെ സംസാരിച്ച് തുടങ്ങി അങ്ങനെ അങ്ങോട്ട് പോകും. ഒരു ഖുറാൻ ക്ലാസ്സിന് പോയിരിക്കുകയാണ്, നേരത്തെ പോയിരിക്കുകയാണ്, ഒരു 15 മിനിറ്റ് ഖുറാൻ ഓതാനോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് നമ്മൾ പോണത്, അടുത്ത ആളിങ്ങനെ കുറേ ആൾക്കാരല്ലോ, ഒരാൾ നമ്മൾ അടുത്ത് വന്നിട്ട് ഇരുന്ന്, അല്ല അവിടുത്തെ പൈപ്പിലെ വെള്ളം ഇങ്ങനെ ഉറ്റുണ്ടല്ലോ അല്ലേ, പൈപ്പിലെ വെള്ളം ഉറ്റാന്നുള്ള ഒറ്റ വിഷയം വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ വെള്ളമായി ടാങ്കായി അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ 15 മിനിറ്റ് കൊണ്ട് വേറെ കുറേ കഥകൾ പറഞ്ഞാൽ 15 മിനിറ്റ് ഇവിടെ പോയിട്ടുണ്ടാവും. ഇത് നേരത്തെ പറഞ്ഞത് തെറ്റല്ല, പക്ഷേ ഇത് ഇങ്ങനെയാണെന്നുള്ളൊരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന 15 മിനിറ്റിനെ കുറിച്ചൊരു ബോധം വേണം. അപ്പോൾ സംസാരിച്ചാൽ പൈപ്പിത്തെ വെള്ളം ഉറ്റുകയാണെങ്കിൽ പൈപ്പ് അങ്ങനെ നിർത്തി അടുത്ത് എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ ആ 2 മിനിറ്റ് വേണം കൊടുത്ത് ബാക്കിയുള്ള സമയത്തെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇത് നാവിനെ നിയന്ത്രിക്കൽ ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ്. അത് നോമ്പിലെ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാൻ മനസ്സിലാവും. അതുകൊണ്ട് നാവ്, അതിൽ തന്നെ ക്ഷമ, കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം? നോമ്പ് കഴിഞ്ഞാലും തുടർന്ന് പോകാൻ പറ്റണം. ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. നോമ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചൂടാവണ ഒരാൾ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് തന്നെ മാറുമല്ലോ. ശവ്വാൽ 1 തന്നെ പള്ളിയിൽ ആരും ഉണ്ടാവില്ല. ഉണ്ടാവോ? ശവ്വാൽ 1 തന്നെ പോണം അല്ലേ? നമ്മളൊരു കാര്യം ശീലിച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലല്ലേ അത് ചോർന്നു പോകണം അടയാളം ഉണ്ടാവുക. ഒരു ബലൂണൊക്കെ കാറ്റിങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ ചെറിയ ഓട്ടം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് പോകുന്നില്ല. ആ പോണ നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെ ചെറുതാവണ ഫീൽ ചെയ്യും. ഒറ്റയടിക്കൊക്കെ പോണ പൊട്ടണം. ഇതേപോലെ റമദാനില് 30 ദിവസവും സുബഹിക്ക് പോയിട്ടുള്ള ഒരാൾ ശവ്വാൽ 1 2 പോവാതെക്കാന്ന് പറഞ്ഞാൽ അപ്പത്തേക്ക് മനസ്സിനെന്തായി? റമദാൻ എന്ന് പറഞ്ഞാൽ ഫീൽ തന്നെ പോയി എന്നാ. അത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സ്വഭാവ വിഷയങ്ങളിലേക്ക് വരിക. പിന്നെ ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത് ശീലമാണ്. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള സംഗതി, പ്രാർത്ഥന ശീലമാക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നമുക്ക് നേരത്തെ പറയാം ദിക്റുകളും ദുആകളും ഒക്കെ ദിക്റുകൾ കൂട്ടിയിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന എന്താ പറയുക, സ്മരണകളിലൂടെ അള്ളാഹിനെ ഓർക്കുന്നതിലേക്ക് സുബ്ഹാനല്ലാഹ് ദിക്റുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെ ജുമഅങ്ങനെ ഖുതുബ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം. നമ്മൾ ആ ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുടെ ചരിത്രം നോക്ക് നിങ്ങൾ. 3 ആളുകൾ കുടുങ്ങി, 3 ആളും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്ത് ചെയ്തു? ആ കല്ല് പ്രയാസം നീങ്ങിപ്പോയ സംഭവമുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, നമ്മളെങ്ങാനും കുടുങ്ങുകയാണെങ്കിൽ, ഒരു പ്രയാസത്തിൽ കുടുങ്ങിയാൽ ആദ്യം പറയാൻ പറ്റുന്ന പ്രവർത്തനം അല്ലേ, മുമ്പിലെടുത്ത് വെക്കാൻ പറ്റുന്ന പ്രവർത്തനം എന്താ ഉള്ളത്? അവിടെ കുടുങ്ങിയിട്ടുള്ള ആളുകൾക്ക് 2 കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു.
ഒന്ന്, ആരോട് പ്രാർത്ഥിക്കണം എന്നതിൽ സംശയമില്ല. അവിടെ വേറൊരു സംശയമില്ല, അള്ളാഹിനോട് എന്നുള്ള ഒരു സംശയം ആ ആൾക്കാർക്കില്ല. രണ്ടാമത്തത്, എന്ത് പ്രാർത്ഥിക്കണമെന്ന് സംശയമില്ല. നമ്മളാണ് കുടുങ്ങിയെങ്കിൽ നമ്മൾ എന്താ മുമ്പിൽ വെക്കാണ്ടാവുക? നേരത്തെ പറഞ്ഞ പോലെ ഒരായത്തുണ്ടോ ചോദിച്ച പോലാണ്, ഒരു പ്രവർത്തനം ഉണ്ടോ ആത്മാർത്ഥമുള്ള? ആലോചിക്കണം. നമ്മളൊരു പരിപാടി വിജയിച്ചു, ഇപ്പോൾ ഈ പരിപാടി വിജയിച്ചു നമ്മളങ്ങനെ അളക്കുക, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ, പരിപാടി വിജയിച്ചു. ചില ആൾക്കാർ അങ്ങനെ അളക്കുക. എന്നാൽ ആളുകൾ വന്നുകൊണ്ട് മാത്രമാണ് വിജയിക്കുക. ഞാനിങ്ങനെ കുറേ ഓടി നടന്ന് പരന്ന് ഓടി 2 ആളെ വന്നിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പരിപാടി വൻ വിജയ. അയ്യുക്കും അഹ്സനു അമല. കാരണം ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, എൻ്റെ മാക്സിമം എടുത്തിട്ടുണ്ട്. വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വിജയ. എന്നാൽ അതേ പരിപാടി 2 ആളെ വെച്ച് വേറെ ആൾ നോക്കി കണ്ട എന്താ പറയുക? പരാജയമാണല്ലോ അല്ലേ. നമ്മൾ വേണ്ട വിചാരിച്ച മനുണ്ട് ആയില്ലല്ലോ. ഓനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പരാജയമായിരിക്കും, എന്നെ സംബന്ധിച്ച് വിജയമായിരിക്കും. നെയ്യത്തിൻ്റെ വ്യത്യാസമാണ്. ഇതേപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഒരു സംശയമില്ലായിരുന്നു പ്രാർത്ഥന. ആ 3 പ്രാർത്ഥന എടുത്തു നോക്കിക്കഴിഞ്ഞാലും അല്ലേ, ഓരോരുത്തരും മാതാപിതാക്കളോടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ അല്ലേ ഭയങ്കരമായിട്ട് ആ നേരത്തെ പറഞ്ഞ ഒരു സ്ത്രീയെ സമീപിക്കാൻ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആ മനുഷ്യനെ ഇറങ്ങി ഓടി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ആലോചിക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹിനെ കുറിച്ച് പറയപ്പെടുമ്പോഴത്തേക്ക് ഹൃദയത്തിന് വിറച്ചിലുണ്ടോന്നാ. ഇപ്പോൾ ഒരു നിസ്കാരം മിസ്സാക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫല, പള്ളിയിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നേരം അങ്ങാടിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംസാരിച്ചിരുന്ന് വെറുതെ ഇരുന്ന് പള്ളിയിലേക്ക് പോയിട്ട് ഒരു റക്കായത്ത് മിസ്സായാൽ എൻ്റെ അനാസ്ഥ കൊണ്ടാണ് റക്കായത്ത് മിസ്സായുള്ള സങ്കടം എനിക്കുണ്ടോ ഇല്ലേ? നമ്മളെന്താ ആലോചിക്കുക? ഒരക്കായത്തല്ലേ, ബാക്കി 3 കിട്ടിയെന്നല്ലോ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുമ്പുള്ള റവാത്തിബ് കിട്ടിയിട്ടുണ്ടാവും. ആലോചിക്കണം. നമുക്കിങ്ങനെ അള്ളാഹിനെ ഓർക്കുമ്പോഴത്തേക്ക് പടച്ചോൻ്റെ മാർഗത്തിലാണോ അല്ലേ എന്നുള്ളൊരു ഫീൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇതുണ്ടാവണം. അതാണ് ദിക്റുകൾ ചൊല്ലാൻ പറ്റുക. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹ് ദിക്റുകൾ ചൊല്ലാൻ പറ്റുന്ന ഒരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ഞാൻ പറയാം, നിസ്കാര ശേഷമൊക്കെ ചൊല്ലുന്നുണ്ടാവും, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ ചൊല്ലുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ, അത് അതിൻ്റെ അർത്ഥസഹിതം ചൊല്ലാൻ പറ്റുന്നുണ്ടോ ഇല്ലേ നമ്മൾ ആലോചിക്കണം. അർത്ഥസഹിതം അല്ല എങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അർത്ഥസഹിതം ചൊല്ലാൻ പറ്റും. സാധാരണ പള്ളിയിൽ എന്താ ഉണ്ടാവുമല്ലോ, പള്ളിയിൽ നിന്ന് ഈ ദിക്റും ദുആകളൊക്കെ സ്പീഡ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ സ്പീഡിൽ അങ്ങോട്ട് ചൊല്ലിയിട്ട് അങ്ങോട്ട് പോയിട്ട് പള്ളിയുടെ കൊലായിൽ ഇരുന്നിട്ട് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ഭയങ്കര കഥയായിരിക്കും. ചിലപ്പോൾ നോമ്പറിൻ്റെ കഥയായിരിക്കും. നോമ്പ് ആത്മാർത്ഥമായിട്ട് നോറ്റവനക്കാ നോമ്പ് ഉറപ്പിക്കാനുള്ളത്. ഒരു ദിക്റും ദുആയും ചൊല്ലാതെ നോമ്പറ ഭംഗിയായിട്ട് ഇപ്പം എന്താ കാര്യം? നമ്മൾ ആലോചിക്കണം. അത് തെറ്റായിട്ടല്ല, നമ്മൾ ആലോചിച്ച് ചെയ്യുന്ന ഒന്നല്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ചില സംഗതികൾ നഷ്ടപ്പെടുത്തിയിട്ട് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹ നോമ്പറൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഓടി നടക്കാണ്. അന്നൊരു നിസ്കാരത്തിന് ജമാഅത്ത് പോകാന്ന് പറഞ്ഞാൽ അത് നഷ്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ചില സംഗതികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ റമദാൻ എന്ത് ചെയ്യാൻ പാടില്ല, പോകരുത് എന്നൊരു ധാരണ എനിക്കുണ്ടാകണം. അപ്പോഴാണ് ദിക്റും ദുആകളൊക്കെ സമയം എടുക്കുക. ഒരു 10 മിനിറ്റ് നഷ്ടപ്പെടാൻ നഷ്ടമല്ല. ഞാനൊരു 10 മിനിറ്റ് ഫോൺമ കളിക്കുന്നതോ അല്ലെങ്കിൽ വേറൊരു സംഗതികൾക്ക് പോകുന്നതോ ആയിട്ട് ഈ 10 മിനിറ്റ് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ദിക്റിന് വേണ്ടിയിട്ട് ഇരുന്നാൽ നഷ്ടമാവില്ല. നമ്മളെ സ്റ്റാറ്റസുകളൊക്കെ സാധാരണ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ വേറെ ആൾക്കാർ നമ്മളൊക്കെ പ്രായത്തിലുണ്ടാകുമ്പോൾ ഈ റമദാൻ ആകുമ്പോൾ സ്റ്റാറ്റസുകളും സ്റ്റോറികളൊക്കെ മാറും. അഹ്ലൻ റമദാൻ, ആയത്തുകളും ഹദീസുകളും. അത് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു, മറ്റവൻ്റെ ബർത്ത്ഡേ, ഇവൻ്റെ അത് സംഗതികളൊക്കെ അല്ലേ. നമ്മൾ ഈ അള്ളാഹിനെ പറ്റിക്കാൻ കേട്ടോ. നമ്മൾ വിചാരിക്കണം നമ്മൾ ഈ പുറത്തേക്ക് ഇടുന്ന സാധനമാണ് നമ്മൾ ഈമാനുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് അല്ലേ. സാധാരണ അങ്ങനെയാണ്. നോമ്പിന് ഖുർആൻ ക്ലാസ്സിനൊക്കെ കുറേ വന്ന ആൾക്കാർ ഈദ്ഗാഹിന് ഇങ്ങനെ മിമ്പർമ കയറിയിട്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ ചില ആൾക്കാരെ വസ്ത്രധാരണമൊക്കെ കാണുമ്പോൾ തോന്നും ഇവരൊക്കെ തന്നെയാണ് പള്ളിയിൽ വന്നതെന്ന്. അപ്പം പെരുന്നാളാകുമ്പോഴത്തേക്ക് എങ്ങനെ ഇതൊക്കെ മാറുന്നത്? നമ്മൾ വിചാരം നമ്മൾ ഈ അള്ളാഹിനെ പറ്റിക്കാനുള്ളൊരു കൺസെപ്റ്റിൽ നോമ്പ് വിൽക്കാൻ പാടില്ല, അത് പറ്റൂല. അപ്പം നമുക്കൊരു ഈമാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെന്താണ് നമ്മുടെ മനസ്സ് നോമ്പെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ സംസ്കരണപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാകണം പ്രിയപ്പെട്ടവർ. ഞാൻ അവസാനിപ്പിക്കണം. അടുത്തത് സമയത്തിൻ്റെ ക്രമീകരണമാണ്. അതൊക്കെ നമുക്കറിയാം. അത്താഴത്തിൻ്റെ പ്രാധാന്യം മഹത്വം മനസ്സിലാക്കുക, നിസ്കാരത്തിൻ്റെ ഓരോ വക്തിനും കറക്റ്റായിട്ട് സമയം കൊടുക്കുക. അതേപോലെ തന്നെ ഈ സമയത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇഫ്താർ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത്. സാധാരണ നമ്മൾ വിചാരം നോമ്പ് തുറപ്പിക്കാൻ കുറേ വിഭവങ്ങളുണ്ടായാൽ നോമ്പ് തുറപ്പിക്കണം, കുറേ അത് ഭക്ഷണത്തിന് വേറെ തന്നെ ശരിക്കും പറയണം. നമ്മൾ ഭക്ഷണം കുറേ ഉള്ളതുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ കുറേ കൂലി കിട്ടും, എനിക്കറിയില്ല. നമ്മൾ വിചാരം നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചു വരുത്തി മന്തിയും അല്ലേ 10 കടിയും ജ്യൂസും സാധനമൊക്കെ കൊടുത്തിട്ട് ഓൻ അന്ന് സാധാരണ ഇശാസ്കരിക്കുന്ന റാഹത്തിൽ ഇശാസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്നും തറാവിക്ക് പോകണ മനുഷ്യൻ നമ്മളെ പറയാത്ത നോമ്പറുകൊണ്ട് തറാവിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലോ?
അന്ന് വലിയ സംഭവമൊക്കെ നോമ്പ് തുറന്നിട്ടില്ലേ, പെണ്ണുങ്ങൾക്ക് ഇവർക്കൊന്നും ജമാഅത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലോ നമ്മൾ എന്തിനാ നോമ്പ് ഉറപ്പിച്ച് നമ്മൾ ആലോചിക്കണം. ഞാൻ പറയാം, ഇതൊന്നും പെട്ടെന്ന് മാറുന്ന ഒരു സാധനം ഒന്നല്ല കേട്ടോ. നമ്മൾ അല്ലേ പിയാപ്പിളിനൊക്കെ നോമ്പുറപ്പിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ ഇപ്പോൾ ചെറിയതൊക്കെ കൊടുക്കുക നമ്മൾ ആലോചിക്കും. അതൊന്നും കഴിയണ കാര്യമൊന്നുമില്ല. അടുത്തതോ അതിൻ്റെ അടുത്ത റമദാനിലേക്കെങ്കിലും പ്ലാൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്നൊരു നല്ല കാര്യം അത് നെഗറ്റീവായിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യരുത്, വരരുത് എന്നുള്ളൊരു ആശയത്തിൽ പറയുകയാണ്. നമ്മുടെ നോമ്പുറകളൊക്കെ എടുത്തു നോക്കിയാൽ ഭയങ്കര. ഞാനൊക്കെ കോഴിക്കോട് ടൗണിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ കോഴിക്കോടൊക്കെ ടൗണിലൊക്കെ എന്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പല്ലെങ്കിലേ ഫുള്ള് ഓണാണ്. നോമ്പായി കഴിഞ്ഞാൽ പറയണ്ട, ഫുള്ള് ഫുഡായിരിക്കും. നമ്മളാൾക്കാർ തട്ടിട്ട് സാധനമായിട്ട് ഇശാവും ഇല്ല, തറാവിയും ഇല്ല, അങ്ങനെ ഫുഡ് കഴിച്ച് ബീച്ചിലും അവിടെയും അവിടെയൊക്കെ ഇങ്ങനെ കയറി നിരങ്ങുന്ന ആൾക്കാരുണ്ട്. എന്തിനാ രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ നോമ്പ് വെച്ച് അറിയില്ല. അതുകൊണ്ടാണല്ലോ എത്ര നോമ്പുകാരാണ് അവർക്ക് പട്ടിണി മാത്രം ബാക്കിയായി എന്നുള്ളതാണ് റസൂൽ പറഞ്ഞത്. എത്ര രാത്രി നമസ്കാരക്കാരാണല്ലേ അവർക്ക് ക്ഷീണം മാത്രം ബാക്കിയായെന്ന് പറഞ്ഞാല്. നോക്ക് നിങ്ങൾ, ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യം, വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ നോമ്പുറ കൊണ്ട് പലപ്പോഴും ഭക്ഷണ വിഭവങ്ങൾ കൊണ്ട് നോമ്പുറപ്പിച്ചതിന് കൂലി കിട്ടുമോ കിട്ടൂലെന്ന് നമ്മൾ ആലോചിക്കണം ചിലതൊക്കെ. അതാണ് സമയത്തിൻ്റെ കുറേ കാര്യങ്ങൾ സമയത്തിൽ. അടുത്തത് കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമയം ദീർഘിച്ചു പോയിട്ടുണ്ട്, അധികരിച്ചിട്ടുണ്ട്, കുറേ ആയിട്ടില്ലേ. 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് അവസരം. നമ്മളെ എന്താ പറയുക, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കുടുംബത്തിന് എപ്പോഴും നോമ്പ് കൊടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമാണ്. ഇപ്പോൾ നമ്മളെ വളർന്നു വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം, ഈ ദൈവിക വിശ്വാസത്തിൽ ഇങ്ങനെ അകന്നു പോകുന്ന ഒരു ജനറേഷനാണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിയില്ല. ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു റമദാനല്ലേ, അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നോക്കുക, അങ്ങനെ പോവുക, നിസ്കാരല്ലേ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കാറുണ്ട്, അങ്ങനെ പോകുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അത്യാവശ്യം പ്രായമുള്ള ആളുകൾ, ഇപ്പോൾ നമ്മുടെ ഒരു ഏജിൻ്റെ മുകളിലേക്കുള്ള ആളുകളൊക്കെ ശീലിച്ച ആളുകളായിരിക്കും. ഇപ്പോൾ പണ്ട് മുതലേ 2 കാര്യങ്ങൾ ഉറപ്പായിരിക്കും. ഖുർആൻ പാരായണവും നിസ്കാരവും ശീലിച്ചുണ്ടാവും. വാപ്പ ആദ്യം ചോദിക്കുക നിസ്കരിച്ചോന്നും ഖുർആൻ ഓതുന്നായിരിക്കും. അതുകൊണ്ട് ശീലമായിട്ടുണ്ടാവും. ഈ ശീലമായതുകൊണ്ട് ഏടെ പോയാലും നിസ്കരിച്ചിൽ ഒരു പൊറുതികേടുണ്ടാവും. നിങ്ങൾ എന്ത് പരിപാടിക്ക് പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നിസ്കരിക്കണം ഒരു ഇതുണ്ടാവും. നിസ്കാരം റാഹത്തായോ എന്നല്ല, രണ്ടാമത്താണ്. പക്ഷെ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു കുറ്റബോധവും എന്തോ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ വളർന്നു വരുന്ന ജനറേഷന് നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. കാലങ്ങളായിട്ട് നമ്മൾ MSM ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിസ്കാരം പ്രോപ്പറായിട്ട് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്. എൻ്റെ ഫീഡ്ബാക്കിൽ ഇങ്ങനെ പറയുകയാണ്, നിസ്കാരം പ്രോപ്പറായിട്ട് അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. നോമ്പ് അതേപോലെ. ഏപ്രിൽ നോമ്പായപ്പോഴാണ് തോന്നുന്നു ഒരു കുട്ടി വിഷുവിന് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകണം. സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് നോൽക്കാതെ പോയിട്ടുണ്ട്. കാരണം അവിടെ പോയാൽ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുമല്ലോ. അപ്പം എങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നോമ്പാന്നൊക്കെ പറയാൻ വെച്ച് നോമ്പ്. അപ്പം അത്രയേ ഉള്ളൂ ഇതിൻ്റെത്. ആ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിക്ക് ചില സമയത്തിലെ മാതാപിതാക്കളെ കുഴപ്പമാവാം. പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ലെങ്കിൽ നൂഹ് നബിൻ്റെ ജനത്തോട് പറഞ്ഞവല്ലേ അഹ്ലുകാരിൽ പെട്ടവരല്ല എന്നെങ്കിലും പറയാം. പക്ഷെ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മളെ കൺസെപ്റ്റിൽ എന്താ പറയുക, പണ്ടത്തെ പോലെ ഈ അടിച്ചും അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചെയ്യുന്ന മക്കളല്ല. അവർക്ക് ഇങ്ങനെ കൂടെ ട്രെയിൻ ചെയ്തിരുന്നേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ വീടുകളിൽ കുടുംബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മളെ ഈ നോമ്പ് അങ്ങനെ ആക്കാൻ പറ്റണം. അത് അത്താഴത്തിന് ശേഷം ഒന്ന് കൂടി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ അർത്ഥം വായിക്കാന്നല്ലേ, അത് കുടുംബത്തോടൊപ്പം അർത്ഥം വായിക്കാം, മക്കളും പേരക്കുട്ടികളും. അപ്പം 2 ആയത്തേ ഉണ്ടാവുള്ളൂ, ആർക്കും ബോറടിക്കൂല. ആ 2 ആയത്തിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാനും പറ്റി. നമ്മൾ വേറെ വായിച്ചോ. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഒരു ചാരിറ്റി ബോക്സ് ഒക്കെ കൊടുക്കുക അല്ലേ. നമ്മൾ തന്നെ ഒരു 10 റുപ്യ 20 റുപ്യ കൊടുത്തിട്ട് ഒരു ചാരിറ്റി ബോക്സ് ഉണ്ടാക്കുക. ചെറിയ കുട്ടികൾ നല്ല ചെറുതൊക്കെ ആണെങ്കിൽ. എന്നിട്ട് അവനെ കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഈദ് പുടവ ആർക്കും വാങ്ങി കൊടുക്കുക പെരുന്നാൾ ലാസ്റ്റ് ആകുമ്പോൾ. അല്ലെങ്കിൽ ഒരു നോമ്പറ, പള്ളിയിലൊരു നോമ്പറ ഈ കുട്ടീൻ്റെ പേരിൽ ഓൻ തന്നെ കൊടുക്കട്ടെ. അപ്പോൾ ഓനക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ഞാനൊക്കെ ചെറുപ്പത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വാപ്പ കയ്യും പിടിച്ച് പള്ളിക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് ഞാനൊന്നും ജമാഅത്തിന് പോകണമെന്ന് എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. അന്ന് വാപ്പ കയ്യും പിടിച്ച് പോകുമ്പോൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും നമുക്കറിയില്ല. അന്ന് വാപ്പാൻ്റെ കൂടെ കയ്യും പിടിച്ചു പോകണം. ഹോട്ടലിൽ പോയാൽ ചായ കിട്ടും. അതേപോലെ തന്നെ പള്ളിയിൽ ഉസ്താദ് കാണും അല്ലേ. ഉസ്താദ് പറയും എന്ത്, ഓൻ പള്ളിയിൽ വന്നു എന്നൊക്കെ പറയും. അന്ന് അതൊക്കെ തന്നെ ഉള്ളേനി ചെറുതാകുമ്പോൾ, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ അത് ശീലമായപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു പവറിൽ പിന്നെ പ്രാധാന്യമൊക്കെ മനസ്സിലായി. ഇതേപോലെ നമ്മുടെ മക്കളെ ദാനധർമ്മത്തിൻ്റെ മഹത്വം നമ്മൾ അവരുടെ പേരിൽ അങ്ങോട്ട് കൊടുക്കാനും ശീലിപ്പിക്കാനും പറ്റുമ്പോൾ, നോമ്പ് വരുമ്പോൾ ഉപ്പ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ചെയ്യണ്ടേ, അങ്ങനെ ആക്കണ്ടേ, ഇങ്ങനെ ആക്കണ്ടേ എന്നൊക്കെ ചില ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ പ്രാധാന്യം കൂടി ശീലമായിട്ട് പ്രാധാന്യം കൂടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതങ്ങനെ പോകും കുറേയൊക്കെ. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം, ഹലാലായിട്ടുള്ള കാര്യവും ഹറാമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, നോമ്പിന് നമ്മൾ ഈ ഹലാലും ഹറാമും ഒക്കെ നോക്കും, ഭയങ്കര കെയർ ചെയ്യും. നോമ്പ് കഴിയുമ്പോഴും ഹലാലായ ഫുഡും ഹറാമായിട്ടുള്ള ഫുഡും ഹലാലായിട്ടുള്ള സമ്പത്തും ഹറാമായിട്ടുള്ള സമ്പത്തും ഒക്കെ ആലോചിക്കണം. സക്കാത്ത് കൊടുക്കലുണ്ടോ? സ്വതക്ക ഭയങ്കര പ്രൊമോട്ട് ചെയ്യും. സക്കാത്ത് കൊടുക്കണില്ലെങ്കിലോ അല്ലേ, സക്കാത്തിന് കുറേ സംശയം ഉണ്ടാവും. സക്കാത്തിന് എങ്ങനെ നോക്കിയാലും നമുക്ക് ആർക്കും നിസാബത്തൂല.
എത്തുമോ? നിസാബ് എത്തൂല. എങ്ങനെ കൂട്ടിയാലും കുറച്ചാലും നമുക്ക് നിസാബ് എത്തൂല. സ്വർണത്തിനൊക്കെയാണെങ്കിൽ എത്ര പ്രാവശ്യം 10 തന്നെയാണോ, ഇങ്ങോട്ടുണ്ടല്ലേ, ആയിട്ട് കൊടുക്കണേ നമുക്ക് കഴിയില്ല. സ്വതക്ക നമ്മളിങ്ങനെ കൊടുക്കും. ചിലപ്പോൾ സ്വതക്ക കൊടുത്തു തന്നെ വെച്ചൊക്കെ ചിലപ്പോൾ സക്കാത്തിനേക്കാട് തോനെ ഉണ്ടാവും ചെയ്യും. സക്കാത്തിന് കേൾക്കുമ്പോൾ പറയല്ലേ. ഇതേമാതിരി നമ്മളെ ഇതിൽ ഹലാലും ഹറാമും, നമ്മളിൽ ഹറാമായിട്ടുള്ള ഒന്നും ഉണ്ടാക്കരുത്. അത് സ്വഭാവ വിഷയത്തിൽ പെരുമാറ്റത്തിലാണെങ്കിലും ശരി, സമ്പത്തിലും ഭക്ഷണത്തിലും ഒക്കെ ആണെങ്കിലും ശരി, ഇതൊന്നും ഉണ്ടാകാത്തൊരു നോമ്പുകാരൻ നമുക്ക് വേണം. ഞാൻ അവസാനിപ്പിക്കാണ്. ഇതൊന്നും ഞാൻ വീണ്ടും പറയാണ്, നോമ്പിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നോമ്പിന് ശീലിക്കുക, നോമ്പ് കഴിഞ്ഞാൽ നിലനിർത്തുക. നോമ്പിൽ ഇതൊക്കെ നിലനിർത്താൻ സുഖമാണ്. കാരണം അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരിക്കും, എല്ലാവരും നന്മ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നോമ്പ് കഴിഞ്ഞാൽ അതൊക്കെ നിലനിർത്തൽ പ്രയാസം. ആത്മാർത്ഥ ചോദിച്ചു നോക്ക്, നോമ്പ് കഴിഞ്ഞിട്ടും ഹത്തം തീർക്കുന്ന, ഇതേ സ്പീഡിൽ ഹത്തം തീർക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും ചോദിച്ചാൽ തന്നെ കുടുങ്ങൂലേ? നോമ്പ് കഴിഞ്ഞാൽ ഹത്തം തീർക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? സമയമില്ല. എന്താ എല്ലാം നിസ്കാരം കഴിഞ്ഞാൽ 5 പേജ് ഓതാൻ സമയം എല്ലാവർക്കും ഉണ്ടാവും. ഒന്നും കൂടി സമയം കൂടുതലാണ്. ഈ മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ നോമ്പിന് ഭയങ്കര തിരക്കായിരിക്കും. നോമ്പ് തുറന്ന ക്ഷീണം, പിന്നെ തറാവിയൊക്കെ. നോമ്പിന് ശേഷമല്ല, നോമ്പ് കഴിഞ്ഞാലോ ഈ സമയം നല്ല സമയമാണ്. ശരിക്ക് ആ മഗ്‌രിബ് മുതൽ ഇശാ വരെ തന്നെ ശരിക്ക് 20 പേജ് ഓതാൻ സമയം ഉണ്ടാവും. പക്ഷെ എന്താ അറിയോ, മൈൻഡ് മാറും ഉറപ്പാ. നോമ്പിന് ദാനധർമ്മം എത്ര ആൾക്കാരെ പൈസ കൊടുക്കാറ്? ഭയങ്കര ആത്മാർത്ഥമായിട്ട് കീശയിൽ നിന്ന് കൊടുക്കും. നോമ്പ് കഴിഞ്ഞാൽ അതേ പൈസ കീശയിലുണ്ടായാലും ഇവിടുന്ന് വരൂല. കാരണം നോമ്പല്ലല്ലോ എന്നുണ്ടോ. ഇത് നടക്കുന്നതാണ്, കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണെന്നൊരു ബോധം നമുക്ക് വേണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നോമ്പ് കഴിഞ്ഞാലും ചെലവഴിക്കാൻ പറ്റണം. നോമ്പ് കഴിഞ്ഞാലും പള്ളിയിലേക്ക് വരാൻ പറ്റണം. നോമ്പ് കഴിഞ്ഞാലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റണം. അതേപോലെ കുറച്ചീച്ച മതി. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ എന്താണോ മാറ്റേണ്ടത് ആദ്യം ഞാൻ അതിനെ നോക്കണം. നമ്മളെന്താ നേരത്തെ പോലെ നന്മ കുറേ ചെയ്യും, നമ്മളിലുള്ള തിന്മ ഒരൊറ്റൊന്നും കുറയ്ക്കൂല. ഈ തിന്മ അവിടെ വെച്ചിട്ട് തന്നെ നന്മ കുറേ ചെയ്യും. നോമ്പ് കഴിഞ്ഞാൽ നന്മ ഒറ്റയടിക്ക് ഇടിയും, തിന്മ ഇടിയൂല. തിന്മ ആടെ തന്നെ നിൽക്കും. അതാ ഞാൻ പറഞ്ഞത്, ക്ഷമിക്കാനുള്ള ആ കഴിവ് നേടിയെടുത്തിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കാന്ന് പറഞ്ഞാൽ സ്വഭാവം അവിടെ തന്നെ ഉണ്ടാവും. നോമ്പിന് ക്ഷമയുണ്ടാവും. നോമ്പ് കഴിഞ്ഞപ്പോൾ ക്ഷമ ഇടിഞ്ഞ് ദേഷ്യം അവിടെ തന്നെ ഉണ്ട്. എല്ലാ ദുശീലങ്ങളും അവിടെ ഉണ്ടാവും. ഈ ദുശീലങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നോമ്പ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. അത് ഭയങ്കര ഈസി ആയിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, കളവ് പറയുന്ന ആളാണോ, കളവ് പറയാതിരിക്കുക, അല്ലേ, സംസാരത്തിൽ അങ്ങനെ എന്താണുള്ളത് ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ നൽകുക. നമ്മുടെ തെറ്റുകളെ ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റമദാനായിട്ട് മാറ്റാം. കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല, സമയം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു 4-5 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞത് നമ്മുടെ മാനസികമായിട്ട് ഒരുങ്ങണം. നമ്മൾ എന്ത് ഭംഗിയാക്കിയിട്ടും കാര്യമില്ല, മനസ്സും ശരീരവും എല്ലാ റമദാനിലും ഒരേപോലെ ആണെങ്കിൽ അത് ശരിക്കും ക്ലാവ് പിടിച്ച, അല്ലേ, പൊടിപടലങ്ങളുള്ള ഒരു മനസ്സും ശരീരമാണ്. നമ്മുടെ ഡ്രസ്സ് പുറമെ മാറുന്നുണ്ടാവും, വീടൊന്നും ഉസാറായിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനെക്കാട്ടി നോമ്പ് പിടിക്കാൻ ഭാഗ്യം കിട്ടിയെന്ന്. എല്ലാ സംഗതി ആരാധനയൊക്കെ എടുത്തു നോക്കിയാലൊക്കെ നബിയേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നബിക്ക് 63 വയസ്സാണെങ്കിലും ഓരോ നിർബന്ധമാക്കി വന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ജന്മനാ കിട്ടിയത് കൊണ്ട് ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടും. പക്ഷേ ആത്മാർത്ഥതയും അതിൻ്റെ തൂക്കമൊക്കെ വെച്ചിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ അതിൻ്റെ ഒരു കനം കൂട്ടാൻ നമുക്ക് കഴിയണം. പിന്നെ ഇഖ്ലാസ്, തഖ്വയാണ് നോമ്പിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു. എവിടെയൊക്കെ അള്ളാനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടോ അവിടെയൊക്കെ ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമത് പറഞ്ഞത് നമ്മുടെ ഇസ്തിഗ്ഫാർ എന്ന് പറയും, പാപമോചനത്തിൻ്റെ മാസമാണ്. നമുക്ക് പറയാനുള്ളത് ചെറിയതും വലുതുമായിട്ടുള്ള തെറ്റുകൾ സമയമെടുത്ത് കുറച്ചീച്ചയായിട്ട് പറയാൻ പറ്റിയ കണ്ണ് നനയും, കൽബ് പെടയും, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്താൻ നമുക്ക് പറ്റും. നോക്കൂ, നിങ്ങൾ അള്ളാഹിൻ്റെ റഹ്മത്ത് ആലോചിക്കണം. വേണ്ടാത്തത് ഒരുപാട് കേട്ടിട്ടും ചെവിയുടെ കേൾവി ശക്തിയെ തടഞ്ഞു വെക്കാത്ത പടച്ചോൻ, കാണാത്തത് കുറേ കണ്ടിട്ടും കാഴ്ചയെ നഷ്ടപ്പെടുത്തി കളയാത്ത പടച്ചോൻ, വേണ്ടാത്തൊരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടും ആ ബുദ്ധിയെ ഇന്നും നിലനിർത്തി തരുന്ന പടച്ചോൻ, ആ പടച്ചോൻ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത് തൗബയുടെ വാതിലുകളാണ്, ഇസ്തിഗ്ഫാറിൻ്റെ വാതിലുകളാണ്. നിങ്ങളെപ്പം ചോദിച്ചാലും പൊരുത്തപ്പെട്ട് തരാൻ ഞാൻ റെഡിയാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ. സ്വന്തം ദേഹങ്ങളോട് അതിക്രമം ചെയ്തു പോയിട്ടുള്ള എൻ്റെ ദാസന്മാരെ, എൻ്റെ കാരുണ്യത്തിൽ നിരാശ വേണ്ടട്ടോ എന്ന് എപ്പം ചോദിച്ചാലും, അല്ലേ, നിഷ്കളങ്കമായ തൗബയോടുകൂടി നിങ്ങൾ തൗബ ചെയ്താൽ പൊരുത്തപ്പെട്ടിരുന്ന പടച്ചോൻ. സമയമെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് പറ്റണം. പിന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധം കുറച്ച് മതി, ഉള്ളത് വൃത്തിയായിട്ട് ഓതുന്ന കാര്യം അർത്ഥസഹിതം മനസ്സിലാക്കി ഇതിങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും സുഖം. ആയത്ത് നമ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതാ ബക്രയിൽ ഇന്ന പേജിലുണ്ട് കേട്ടോ, അല്ലെ ഇന്ന ആയത്തിന് ഒരു ധാരണയെങ്കിലും നമുക്കുണ്ടാവും. അല്ലാതെ 30 വർഷം ഓതിയിട്ടു അള്ളാഹ് തൗഹീദിനെ കുറിച്ച് ഏതായത്തല്ല
അത് നെറ്റിലടിച്ച് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ പിന്നെ സംസാരം, പെരുമാറ്റത്തിൽ, പിന്നെ കുടുംബസമേതം ഈ റമളാൻ എങ്ങനെയാണ് ഉഷാറാക്കാൻ പറ്റുക, കുടുംബത്തിന് എങ്ങനെയാണ് അല്ലേ റമളാനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ ഹലാലും ഹറാമും. ഹറാമായിട്ടുള്ളൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു ദൃഢ നിശ്ചയം നമുക്ക് ഉണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം അതിക്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാണ്. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നാദാ, ഈ റമളാനെ ഏറ്റവും നല്ല റമളാനാക്കിയിട്ട് മാറ്റാനുള്ള ആരോഗ്യവും ആഫിയത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളിന്ന് കടം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണം നാദാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.